അങ്ങനെ ഇതാ പഴനി യാത്രയുടെ രണ്ടാം ഭാഗമാണ് കേട്ടോ ഇത്. എല്ലാവരും ചായയൊക്കെ കുടിച്ച് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇത്രയും ദൂരയാത്ര ചെയ്യുന്നതല്ലേ, അപ്പോൾ കുറച്ച് നേരം നിവർത്തി കുറച്ച് നേരം നടക്കാമെന്നൊക്കെ വിചാരിച്ച് എല്ലാവരും നടക്കുകയാണ് കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടാകുന്നില്ല പോകാനായിട്ട്, കാരണം ഞങ്ങൾക്കാകെ പഴനിയിലേക്ക് മാത്രമാണ് യാത്രയുണ്ടായിരുന്നുള്ളൂ, വേറെ റൂട്ടിലോട്ടൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സാവധാനം പോയാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറേ നേരം അങ്ങനെ ചായ കുടിച്ചിടത്തൊക്കെ നിന്നാട്ടോ. പിന്നെ ചായ കുടിച്ചവരൊക്കെ കയറി വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സീറ്റിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് നമുക്ക് ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ യാത്ര ചെയ്യുന്ന ആ ഒരു വാഹനം നല്ല അടിപൊളിയാണെങ്കിൽ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാമല്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു യാത്രയിൽ ട്രാവലിനെ സംബന്ധിച്ചിട്ട് യാതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. സുഖമായിട്ടിരുന്ന് നമുക്ക് ഒരു ട്രിപ്പൊക്കെ പോവാം കേട്ടോ. അടിപൊളിയാണ്. എൻ്റെ അകത്ത് രസം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഹസ്ബൻഡും ചോദിച്ചു, മക്കളും ചോദിച്ചു ബസ്സിൻ്റെ പേരെന്തായിരുന്നു. പേര് പറയാൻ പെട്ട ഒരുപാട്. സ്റ്റെൻസിയ. കുറച്ച് പണിപ്പെട്ടിട്ടാണ് കേട്ടോ പേര് പഠിച്ചത്. എന്തായാലും ബസ് സൂപ്പറാണ്, പേര് സൂപ്പറാണ്, യാത്രയും സുഖമായിരുന്നു. അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് എല്ലാവരും വന്ന് ഇരിപ്പായി കേട്ടോ. കുറച്ച് പേരും കൂടി വരാനുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ട്രാവൽസിൻ്റെ ആ ഒരു വീഡിയോസൊക്കെ അങ്ങ് എടുത്തേക്കാണ്. നല്ല രസമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ലൈറ്റ് സെറ്റിങ്സ് ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സോങ്ങൊന്നും ഇട്ടില്ല കേട്ടോ. അതായത് അങ്ങോട്ട് പോയപ്പം മുരുകസ്വാമിയുടെ സോങ് ഇട്ടു, തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഒരു സിനിമയാണ് കേട്ടോ. എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. സിനിമ പകുതി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്നിട്ട് ഞാൻ കണ്ടു കേട്ടോ. സിനിമയുടെ പേരെന്തായിരുന്നു അത് ഓർക്കുന്നില്ല. ഒരു മമ്മൂട്ടിയുടെ സിനിമയാണ്, പേരൊന്നും ഞാൻ കണ്ടതേ ഇല്ല. ഇടയ്ക്ക് വെച്ച് കണ്ണൂർ നോക്കിയപ്പം നല്ല സീൻസൊക്കെ ആയിരുന്നു. അത് എന്താ സിനിമയുടെ പേരെന്താണെന്നൊന്നും അറിയില്ല. കുറേ വർഷമായി സിനിമയൊക്കെ കണ്ടിട്ട്. എന്നാലും അങ്ങനെ ഉറക്കത്തിൽ എനിച്ചിരുന്ന് കുറച്ച് ലാസ്റ്റ് സീൻസായിട്ടുള്ള സിനിമയുടെ ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ അങ്ങ് കണ്ടു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. എന്നിട്ട് രാവിലെ എണീച്ചപ്പോൾ ഞാൻ സിനിമ കാണുന്നത് കണ്ടിട്ട് ആരോ ചോദിച്ചു, സുചേനാണെന്ന് തോന്നുന്നു, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു അറിയില്ല. നല്ല സിനിമയായിരുന്നു, എനിക്കങ്ങനെ സിനിമയുടെ പേരൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. കണ്ട ഭാഗമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു സിനിമയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആ സിനിമയുടെ പേരറിയാമെങ്കിൽ പറയുക കേട്ടോ. ആ ഒരു ട്രാൻസ്ജെൻഡർ ഇങ്ങനെ ആളുടെ വ്യക്തിത്വം തിരിച്ചറിയുന്നവരെ, അല്ല ട്രാൻസ്ജെൻഡർ ആണെന്ന് തിരിച്ചറിയുന്നവരെ കൊല്ലുന്ന ഒരു സിനിമയായിരുന്നേ. പിന്നെ എന്താ, ആ സിനിമ ഞാൻ കണ്ട ഭാഗം അതിൻ്റെ അകത്ത് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകനുണ്ടായിരുന്നു. കണ്ട സീൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. എൻ്റെ അടുത്ത് കുറച്ച് പേടി തോന്നുന്നത് ഒന്നും ഞാൻ കാണത്തില്ല കേട്ടോ. വലിയ പേടി തോന്നാനില്ലെങ്കിൽ പോലും അതുപോലെ എനിക്ക് കാണാനുള്ള ത്രാണിയില്ല. അന്നേരമൊക്കെ ഞാൻ കണ്ണ് അടച്ചുപിടിച്ചിരിക്കുകയായിരുന്നു. അതായത് ഒരാളൊക്കെ വന്നിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ആ സീനൊക്കെ വന്നപ്പോൾ ഞാൻ കണ്ണങ്ങ് അടച്ചുപിടിച്ചങ്ങ് കിടന്നു കേട്ടോ. പിന്നെ എന്നാലും ഈ സൗണ്ട് വെക്കുമ്പോൾ കാണാനുള്ളൊരു ത്വരയായിരുന്നു. പിന്നെ ഞാനത് ഫുള്ള് ഇരുന്ന് കണ്ടു. എന്തായാലും കണ്ടെടുത്തോളം വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആളുടെ, അതായത് ആ ട്രാൻസ്ജെൻഡറുടെ ഒരു വ്യക്തിത്വം, ആളൊരു ലേഡി ആണെന്ന് അറിയാനാണ് ആൾക്ക് ഇഷ്ടം. പക്ഷെ ആൾ കൊലപാതകം ചെയ്തിട്ടുണ്ട്. അപ്പം ആളുടെ ആ പേരോട് കൂടിയിട്ട് തന്നെ കൊലപാതകം ചെയ്തത് ഒരു സ്ത്രീയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പുറത്തോട്ട് ന്യൂസിലോട്ട് വന്നത്, ട്രാൻസ്ജെൻഡർ എന്നുള്ള രീതിയിലേക്കല്ല. അപ്പോൾ ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് കുറ്റവാളിയെ ശിക്ഷിക്കുന്ന ഒരു
ആ ഒരു ഇതിലാണ് ലാസ്റ്റ് ആ സിനിമ വന്ന് നിൽക്കുന്നതെന്നാണ് ഒരു തോന്നൽ. ഉറക്കത്തിലായതിനോ ഇത്ര കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായൊന്നുമില്ല. എങ്കിലും കണ്ട ഭാഗം ഇത്രയാണ്. ഇത്രയും ഭാഗം വെച്ചിട്ട് നിങ്ങൾക്ക് ആ സിനിമയുടെ പേര് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊക്കെ നമ്മുടെ തമിഴ്നാട്ടിലെ ഏരിയ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിറയെ തെങ്ങും മരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഇഷ്ടമായി ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ ബസ്സിൽ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. വഴിയിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എത്ര തെങ്ങാണെന്ന് നോക്കിയിട്ട് നേരത്തെ കേരളം നാടെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലൊരു തെങ്ങില്ലാത്ത അവസ്ഥയായി. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണം കരിക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ തമിഴ്നാട്ടിലെ തെങ്ങിൻ തോപ്പ്. അപ്പം നമുക്കറിയാലോ നമ്മുടെ നാട്ടിലോട്ടൊക്കെ കരിക്കുകളൊക്കെ എത്തുന്നത് എങ്ങനെയാണെന്ന്. ഇതാണ്. അങ്ങനെ പഴനിമല എത്തി ഗൈസ്. പഴനിമലയിലെത്തി. ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും 1 കിലോമീറ്ററോളം ദൂരത്തേക്ക് വേണമായിരുന്നു കേട്ടോ മലയ്ക്ക് പോകാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഇലക്ട്രിക് വണ്ടിയൊക്കെ നോക്കി നിന്നേ, പക്ഷേ നടന്നില്ല. കാരണം ഒരുപാട് പേര് വന്ന ഉടനെ തന്നെ പെട്ടെന്ന് നിറഞ്ഞ് ഫുള്ളായി പോകുന്ന അവസ്ഥയായിരുന്നു. കുറേ നേരം ഞങ്ങൾ ഇലക്ട്രിക് വണ്ടിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നു. ഇതാണ് കേട്ടോ പഴനിമലയുടെ താഴെയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? മുകളിലായിട്ടാണ് പഴനി ക്ഷേത്രം. അങ്ങനെ മുരുകസ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് ഞങ്ങളിതാ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ വേറൊരു അമ്പലത്തിലും പോയി കേട്ടോ. ആ അമ്പലത്തിലെ വീഡിയോസ് എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം നമ്മുടെ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആളുകളുടെ ബിഹേവിയേഴ്സ് തന്നെയാണ്. എനിക്ക് പിന്നീട് അങ്ങ് കോൺസെൻട്രേഷൻ കിട്ടിയില്ല. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡും സെറ്റാവണമല്ലോ. അപ്പം ആദ്യം മനസ്സൊന്നും മടിച്ചെങ്കിലും പിന്നെയും എൻ്റെ ലക്ഷ്യബോധം എന്നെ ഉണർത്തി. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ ഫോണും എടുത്ത് വീഡിയോ എടുത്തു കേട്ടോ. അങ്ങനെ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. അങ്ങനെ കുറേ ബുദ്ധിമുട്ട് എനിക്ക് സഹിക്കേണ്ടി വന്നു. എന്നിരുന്നാലും അതൊക്കെ ഞാൻ തരണം ചെയ്തു. എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തി. ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ബലം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ സ്വാമി എനിക്ക് കൂടെയുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തിനും എന്നെ തളർത്താതെ ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു ശക്തി തന്നെയാണ്. അപ്പം ആ ഒരു ശക്തി ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞെന്ന് വേണം പറയാനായിട്ട്. ഇതാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഇതൊക്കെ പഴനിമലയ്ക്ക് താഴെയുള്ള ക്ഷേത്രങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടുള്ളേ. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയത് കേട്ടോ. അതായത് തലമുടി പഠിച്ച് അതിന് ശേഷം കളഭം ചാർത്തി പിന്നെ താഴത്തെ അമ്പലത്തിൽ തൊഴുത് എന്നിട്ട് വേണം മുകളിലോട്ട് കയറാനായിട്ട്. അപ്പം അവിടേക്ക് എത്താനായിട്ട് 1 മണിക്കൂർ യാത്രയുണ്ടായിരുന്നത്. കണ്ടില്ല ഇലക്ട്രോണിക്സ് വാഹനമൊക്കെ ഓടുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്കതിൽ കയറാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. ഒരു ബസ്സിലുള്ള എല്ലാവരും ഒറ്റ ട്രിപ്പിൽ കയറിയാലാണ് കാര്യം നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ കൂട്ടം തെറ്റിപ്പോവും. അതുകൊണ്ട് കൂട്ടം തെറ്റാതെ പോകാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നടന്ന് തന്നെ പോകാൻ തീരുമാനിച്ചു. പിന്നെ ഇതാണ് പേരാല കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. നല്ല ഭംഗിയായിരുന്നു. അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ കാണാനായിട്ട് വളരെ നീറ്റായിരുന്നു. പിന്നെ കൂടുതലായിട്ടും പറയാനായിട്ടുണ്ടായിരുന്നു വളരെ ശാന്തമായിട്ടുള്ള പട്ടികളായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് കുറേ പട്ടികൾ. എൻ്റെ ഈശ്വരോ നടക്കാൻ രക്ഷയില്ല. കൊച്ചു കുട്ടികളെ അടക്കം ഇപ്പം കടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇവിടെ പട്ടികളൊക്കെ കിടക്കണം കണ്ടിട്ട് ശരിക്കും പേടിയാവുമായിരുന്നു കേട്ടോ. നിറയെ പട്ടിയുണ്ട്. നടക്കുന്നോടത്ത് പട്ടികളായിരുന്നു കേട്ടോ. പിന്നെ കുറേ സ്ഥലത്ത് ഇങ്ങനെ അമ്പലങ്ങൾ പ്രതിഷ്ഠയൊക്കെ കണ്ട കേട്ടോ. ഗണപതി വിഗ്രഹമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോയി തൊഴാമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എന്ത് പ്രതിഷ്ഠയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. എഴുതി വച്ചിരിക്കുന്നത് വായിക്കാൻ നമുക്ക് അറിയില്ലല്ലോ. തമിഴിലല്ലേ എഴുതി വച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ വീഡിയോ എടുത്തതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വാഹനം എവിടെയാണ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് ഓർത്തെടുക്കാൻ കഴിഞ്ഞു.
ഞാൻ നോട്ട് ചെയ്തൊരു മാർക്കായിരുന്നു ഈ ഒരു വെള്ളം വരുന്നത് കേട്ടോ. അതായത് ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് നല്ല രീതിയിൽ എനിക്ക് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോഴും ഈ ഒരു റൂട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുമല്ലോ, നമ്മുടെ വാഹനം എവിടെയാണ് ഇട്ടേക്കുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ നോട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ടും എനിക്ക് ഏത് പാർക്കിലാണ് നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നതെന്നുള്ളതും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നില്ല. ഇനി വഴി തെറ്റിയാൽ തന്നെ, കൂട്ടം തെറ്റിപ്പോയാൽ തന്നെ നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, വീഡിയോ ഉണ്ട്. അപ്പോൾ അവിടെ എത്താമെന്നുള്ളൊരു ഒരു ബോധം കൂടി നമുക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, കുരങ്ങനെ കണ്ടോ? നിങ്ങൾ പോകുന്ന വഴിക്ക് കുരങ്ങനെ കണ്ടു, മയിലിനെ കണ്ടു. മയിലിനൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ, കാരണം അത് പഴനിമലയ്ക്ക് കയറുമ്പോഴായിരുന്നു മയിലിനെ കണ്ടത്. കുറേ മയിലിനെ കണ്ടു. ഫോൺ താഴെ അവിടെ കൗണ്ടറിൽ കൊടുത്തിട്ടാണ് ഞങ്ങൾ മലയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നത്.